ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന നിഷ്പക്ഷനായിട്ടുള്ള മഹാമനുഷ്യനായിട്ടുള്ള നിരീക്ഷകൻ, അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷം ഇവിടെ വലിയ തരത്തിലുള്ള സംരംഭങ്ങളെ, വലിയ തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങളെ, പലതരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളെ, പലതരത്തിലുള്ള പുതിയ നിക്ഷേപങ്ങളെ ഒക്കെ വളരെയധികം തകർക്കുകയാണ്. ഇതാണല്ലോ ആ പുള്ളി പറഞ്ഞതിൻ്റെ ആകത്തുക. നീ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ വസ്തുത എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇതൊക്കെയാണ് നമ്മൾ, എനിക്ക് ചിരി വരുന്നെന്ന് പറഞ്ഞത്. ഇത് വസ്തുത വെച്ചിട്ട് സംസാരിക്കണം. അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതെ, ആന്തൂർ സാജൻ വസ്തുതയാണ്. ഒന്നാമത്തെ വസ്തുത ആന്തൂർ സാജൻ. 2 സുഗതൻ. നമുക്ക് സംസാരിക്കാം. ആന്തൂർ സാജന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചുകൊണ്ട് പത്രത്തിൽ വാർത്ത അടിച്ച ആൾക്കാരാണ് നിങ്ങൾ. അതൊക്കെ നമ്മൾ കേട്ടതാണ്. ഞാൻ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കാണ് മറുപടി പറയുന്നത്. ഇപ്പം പറഞ്ഞ എന്താണെന്നുള്ളത് എനിക്ക് കേട്ടില്ല. ഒരു ഇരപ്പ് മാത്രമേ. സാങ്കേതികമായ വിഷയമാണ്. അപ്പം ഈ പരമ്പരാഗത മേഖലകളിൽ, കൈത്തൊഴിൽ പോലുള്ള പരമ്പരാഗത മേഖലകളിൽ, വ്യവസായ സംരംഭങ്ങളിൽ, ചെറുകിട സംരംഭങ്ങളിൽ എല്ലാം തന്നെ അഭൂതപൂർവമായ വളർച്ചയാണ് 10 വർഷത്തിനുള്ളിൽ നടന്നത്. 1 ലക്ഷത്തിലധികം പുതിയ ചെറുകിട സംരംഭങ്ങൾ വരുന്നു. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നു. ഇന്ത്യക്ക് മാതൃകയാകുന്നു. അല്ലേ? ഇതൊക്കെ വസ്തുതയാണ്. മനോഹരം, ഗംഭീരം. മാത്രമല്ല, കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസന വഴികളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ലോക മാതൃകയായി മാറുന്നതിൽ ഇടതുപക്ഷം പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ഇടപെടലുകളുണ്ട്, സമരങ്ങളുണ്ട്, മുന്നേറ്റങ്ങളുണ്ട്. അത് വേണം. അപ്പം ഈ വസ്തുതയെ നമ്മൾ തമസ്കരിച്ചുകൊണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ? മനസ്സിലായില്ലേ? വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണത്തിന്റെ അവസാന ദിവസം വരെയും ഞാനും അദാനിയും ഭായിയാണ്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ണറാണ് എന്നൊക്കെ തുറമുഖ വകുപ്പ് മന്ത്രിയും അദാനിയോട് താല്പര്യമില്ല എന്ന് മറ്റു പല ഘട്ടങ്ങളിലും സംസാരിക്കുന്ന ആൾക്കാർ അദാനിയുടെ മകനെയൊക്കെ തന്നെ ഇവിടുത്തെ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി കൊണ്ടുവന്നിരുത്തി ഒപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ പോർട്ടുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിലൊക്കെ ഞങ്ങളെ അവിടെ വേദിയിൽ ഒപ്പം ഇരുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവിടെ അന്നുണ്ടായിരുന്ന പല മന്ത്രിമാരും പരാതിയൊക്കെ പറയുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെറും 2500 കോടി രൂപയ്ക്ക് താഴെ മാത്രം മുടക്കിയിരുന്ന അദാനി ചുളിവിൽ അതിൽ നിന്ന് 13,000 കോടി രൂപ ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള താങ്കൾ പറയുന്നത് തെറ്റാണ്. ശ്രീ രാജേഷ്, ഞാൻ സംസാരിക്കട്ടെ. ഞാനത് ആസ്വദിക്കുന്നു. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞാൻ പറയുകയാണല്ലോ, പ്രേക്ഷകർക്ക് കൂടി ആസ്വദിക്കാനുള്ള സമയം കൊടുക്കൂ, ഇടപെടാതെ. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നോക്കൂ, ഇവിടുത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ പ്രശ്നം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരെ പറ്റി തന്നെയാണ് ശ്രീ രാജേഷ്. അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരംഭമോ ഇൻവെസ്റ്റ്മെന്റോ വരുന്ന സമയത്ത് പൊടി പിടിച്ചുകൊണ്ട് ഇവിടെ ഗതി പിടിക്കരുത് എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ട് ആസ്വദിച്ച് ചിരിച്ച് കൈയടിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാരെന്നാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെയല്ല. ഈ നാട്ടിൽ ഇവിടെ പറ്റുന്ന രീതിയിലത്തേക്കുള്ള കൺഡ്യൂസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം എന്ന താല്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സത്യം എന്താണ് എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. സത്യത്തിൽ ശ്രീ രാജേഷ് ചെറുപ്പാട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനല്ല, കോൺഗ്രസുകാരല്ല, ഇവിടെയുള്ള മാധ്യമങ്ങളല്ല, CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കൊളീഗ്സ് തന്നെയാണ്. ശ്രീ രാജേഷ് ഇവിടെ പറയുന്നത് കേട്ടിട്ട് പ്രേക്ഷകർ സത്യത്തിൽ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. കാരണം ഇതിന് മറുപടി പറയേണ്ടത് ഈ പാനലിൽ ഇരിക്കുന്ന മറ്റുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള EP ജയരാജനാണ്, നിങ്ങളുടെ നേതാക്കളായിട്ടുള്ള PK ശ്രീമതിയും KK ശൈലജയും അടക്കമുള്ള ആൾക്കാരാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. നിങ്ങളിപ്പോ ദിവ്യ എസ് അയ്യരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ എന്താ? മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമനം. അവരുടെ ഭർത്താവ് കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടും അതൊന്നും പരിഗണിക്കാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മികച്ച രീതിയിലേക്ക് അവർ പ്രവർത്തിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവർ അദാനിയെ വിറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ CPM ഹാൻഡിലുകളൊക്കെ തന്നെ ഈ കഥ കൊണ്ടുപോകുന്നത്. ഈ 15 കോടി രൂപയുടെ പിഴ, അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. ഞാൻ ചോദിക്കുന്നത്, ഈ പിഴ ഇട്ടിരിക്കുന്നത് എത്ര കാലം കൊണ്ടാണ്? ഈ ഭരണത്തിന്റെ അവസാനത്തെ ദിവസമാണ് ഈ 15 കോടി രൂപ പിഴയിട്ടതെന്നാണ് താങ്കൾ പറയുന്നത്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് അവിടുത്തെ ടേൺ അറൗണ്ട് ടൈമിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, ഡെസിഗ്നേറ്റഡ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആയിരുന്നില്ല ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാലയളവിലായിട്ട് ദീർഘമായ കാലത്തിലാണ് ഈ 15 കോടി രൂപയുടെ പിഴ എവിടെ ഇട്ടു എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ആരായിരുന്നു ശ്രീ രാജേഷ് കേരളം ഭരിക്കുന്നത്? CPM ഭരിക്കുന്നത്. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഈ 15 കോടി രൂപയിൽ 1 രൂപ പിടിച്ചെടുത്തിട്ടുണ്ടോ? 1 രൂപ. ഞാൻ ചോദിക്കുന്ന ഒറ്റ രൂപയാണ്. 15 കോടി രൂപ പിഴയിട്ടിട്ട് ഇത്രയും കാലം കിട്ടിയതിനു ശേഷം 1 രൂപ പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോ MP രാജേഷ് അന്ന് ചോദിച്ചതുപോലെ നിങ്ങളോട് ചോദിക്കേണ്ടി വരും, എത്ര കിട്ടി? ചോദിക്കണ്ടേ?
അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെറിറ്റോറിയസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ 15 കോടി രൂപ അദാനിയെ പോലെയുള്ള ഒരു കുത്തക മുതലാളിക്ക് പിഴയിട്ടിട്ട് ഈ സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് 1 രൂപ പിരിച്ചെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. മറുപടി ഉണ്ടോ? ഇല്ല. നിങ്ങൾ അതിനെപ്പറ്റി എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇവിടെ ആൾക്കാർ ചിരിക്കും, നിങ്ങളെ നോക്കി ചിരിക്കും. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. പിന്നെ ദിവ്യ സയ്യരെ മാറ്റുന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ? ഞങ്ങളല്ല, ഇവിടെയുള്ള ആൾക്കാരല്ല, ഭരണത്തിലിരുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഈ മറ്റേ മാധ്യമ സ്ഥാപനങ്ങളല്ല. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ അവരെ സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് ഒരു സർക്കാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണെന്നേ. അതിനെവിടുന്നാണോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജേഷ് ചിറപ്പാട് ഇവിടെ വന്നിരുന്നിട്ട് CPM ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു ചർച്ചയിൽ വന്നിട്ട് എത്ര തലകുത്തി നിന്ന് ന്യായീകരിച്ചാലും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിന് അപ്പുറത്തേക്കാവില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം സൈബർ ഇടത്തിലുള്ള അവരുടെ പോരാളി ഷാജിമാരടക്കം പ്രചരിപ്പിക്കുന്ന നുണകൾ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കണ്ടു. ഈ റോഡ് പോലും ഇവിടെ ഉണ്ടാക്കേണ്ടത് അദാനിയുടെ ഉത്തരവാദിത്തം മാത്രമായിരുന്നു എന്ന് പറഞ്ഞത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. സത്യത്തിൽ ഈ 15 കോടി രൂപയുടെ ഫൈനിനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷനും സമയബന്ധിതമായിട്ട് കഴിഞ്ഞ പിണറായി സർക്കാർ ഈ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ സൂചി ചെയ്യാനായിട്ട് ഈ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ അദാനിക്ക് പറ്റും. ഞാൻ പറഞ്ഞ അതവർ ചെയ്യാതിരിക്കുന്നത് അവർക്ക് നല്ല രാഷ്ട്രീയ ബന്ധവുമായിട്ട് അവിടെ ബിസിനസ്സുമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യം എടുത്തതിന് ശേഷമാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുക? ഈ വിദേശത്തു നിന്നൊരു കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ ഭാവിയെ ബാധിക്കും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കോൺട്രാക്ട് അതിപ്പോ പല തരത്തിലുള്ള അഭിപ്രായം ആൾക്കാർക്കുണ്ടാവും. ഇത് സംസ്ഥാന സർക്കാരിന്റെ ലാഭം റിയലൈസ് ചെയ്യുന്നത് ഏത് സമയം മുതലാണ് തുടങ്ങിയ പല കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഒരുപക്ഷെ ഇതിനെ ഒരു നല്ല റൈറ്റ് ഓപ്പർച്യൂൺ മൊമെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് വീണ്ടും അദാനിയോട് നെഗോഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ഇവിടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഇവിടത്തേക്ക് കൂടുതൽ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ, കൂടുതൽ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാ ഗുണം ഉണ്ടാകാൻ പോകുന്നത്? ഒക്കെ ഇങ്ങക്ക് വേണ്ടിയാ ആ വിചാരം ഇങ്ങക്ക് ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒരു നയം സ്വീകരിക്കുക, ഭരണം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ വേറൊരു നയം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്. ശ്രീ രാജേഷ് നേരത്തെ സൂചിപ്പിച്ച ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. അദാനി നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആൾക്കാർ ഒരൊറ്റ ദിവസത്തെ ഭരണം മാറുന്ന സമയത്തേക്ക് ഇത് മുഴുവൻ അഴിമതിയാണ്, ഇത് മുഴുവൻ അപ്പഴി തട്ടിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പ്രസക്തമാകുന്നത്. എങ്കിൽ ഈ അഴിച്ചിരിക്കുന്ന ഫൈനിൽ എത്ര അടപ്പിച്ചു? ഇല്ല. അവിടെയാണ് പ്രശ്നം. കോമൺ സെൻസ് ഉള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ സംഭവം കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം സാറിന് മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗതി പിടിക്കാത്ത ഒരു സംസ്ഥാനമാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ കേരളം എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനായിട്ട് മത്സരിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക. എന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ എന്ന് ചിന്തിക്കുക. എന്ത് കാരണത്താലായാലും, രാഷ്ട്രീയ കാരണത്താലായാലും, ഉൾപാർട്ടി അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇന്ന് CPM-ലെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം CPM-ന്റെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനോടുള്ള സമീപനത്തിന് വിരുദ്ധമാണ്. അത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ. തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നവരാണല്ലോ ഈ തൊഴിലാളി പാർട്ടിക്ക് കൂടുതൽ അവസരം ഉണ്ടാകുന്നത്. നിങ്ങൾ അതെങ്കിലും ചിന്തിക്കുക. എവിടെ ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലോ? അതെ. ലാൽ സലാം സഖാവേ, വിതക്കില്ല കൊയ്യാൻ നടക്കും. അതല്ലാതെ ഈ ഇവിടുത്തെ അദാനി എന്ന് പറയുന്ന മുതലാളി മാത്രമല്ലല്ലോ പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടേക്ക് വരുന്ന നല്ല സംരംഭങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളത് മാത്രമാണ് ശ്രീ രാജേഷിനോടും അതുവഴി ഇവിടെയുള്ള ഈ പദ്ധതികളെ എതിർക്കുന്ന ആൾക്കാരോടുമുള്ള ഈ നാട്ടിലെ ഒരാൾ, തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ, കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന രീതിയിലേക്കുള്ള അഭ്യർത്ഥന. തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.